ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നമുക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പോയിന്റ് മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടോ. ഏത് ഡോക്ടറാണ് നമ്മളെ ചികിത്സിക്കുന്നത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഏത് ഡോക്ടറാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നറിയാനുള്ള അവകാശം, പിന്നെ നമുക്ക് തരുന്ന മെഡിക്കേഷൻ എന്താണ്, അത് എന്തിനാണ് എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ വിശദ വിവരങ്ങൾ രഹസ്യമായി വെക്കാനുള്ള അവകാശം നമുക്ക്, അതായത് വിശദ വിവരങ്ങൾ രഹസ്യമായി വെക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇൻഫോം ചെയ്യേണ്ടി വരും. അതല്ലാത്ത അസുഖങ്ങളുടെ, അതായത് കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ പഞ്ചായത്ത് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇൻഫോം ചെയ്യേണ്ടി വരും. അതല്ലാതെ മറ്റുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് രഹസ്യമായി വെക്കാനുള്ള അവകാശം. പിന്നെയോ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഇഷ്ടമായില്ല, നമുക്ക് റെഫർ ചെയ്ത് പോവാനുള്ള അവകാശം. പിന്നെയോ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, CT സ്കാൻ അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്തു, അതിന്റെ എല്ലാം കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ നമ്മുടെ കൈവശം കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. ചില ഹോസ്പിറ്റലിൽ പോയാൽ കാണാം, നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് റിസൾട്ട് അതൊന്നും ചില ഹോസ്പിറ്റലിൽ നിന്ന് തരാറില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടാൻ, ഒറിജിനൽ ഓർ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ അതുവരെയും എടുത്ത മെഡിക്കേഷൻ, ട്രീറ്റ്മെന്റിന്റെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഒരു കോപ്പി, നമുക്ക് ചെയ്ത ബ്ലഡ് ടെസ്റ്റിന്റെ എല്ലാ റിസൾട്ട്, അതിന്റെ കോപ്പി ഓർ ഒറിജിനൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, നമ്മൾ എടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഇതുവരെയും ചെയ്ത മെഡിക്കേഷൻ എന്താണ്, നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്തതിന്റെ റിസൾട്ടുകൾ എല്ലാം നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ കൊടുത്താലേ അവർക്ക് അതിനുശേഷം ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യം ഒന്നിന്ന് തുടങ്ങേണ്ടി വരും അല്ലെ. അപ്പൊ അത് നമ്മുടെ കൈവശം വാങ്ങിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അത് തരാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെയോ ചികിത്സ നമുക്ക് ആവശ്യമെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെയോ ബഹുമാനം, സുരക്ഷ, സ്വകാര്യത ഇതെല്ലാം നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകാരോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളും ഉണ്ട് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.